നീ എൻ സ്വന്തം ഭാഗം 81. താങ്ക് യു ദക്ഷ, താങ്ക് യു സോ മച്ച്. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ എന്നും എൻ്റെ മരണം വരെ സൂക്ഷിക്കാൻ പറ്റിയ ഏറ്റവും ഏറ്റവും മനോഹരമായൊരു മുഹൂർത്തമാണ് ഇത്. ആദ്യമായിട്ട് ഞാൻ അറിഞ്ഞ ഏറ്റവും നല്ല പ്രണയ മുഹൂർത്തം. അവൻ പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിൽ ചുംബിച്ചു. എൻ്റെ പെണ്ണിന് 1000 പിറന്നാൾ ആശംസകൾ. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം അടർത്തി മാറ്റി. അവൻ്റെ കൈ അവളുടെ മുഖത്തു നിന്ന് ക്രമാതീതമായി ഉയരുന്ന ശ്വാസഗതി കണ്ടതും ശ്രീദേവിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. കണ്ണുകൾ അടച്ച് ശ്വാസതാളം നേരെയാക്കാൻ ശ്രമിക്കുന്ന അവളെ കണ്ട് അവന് അവളോട് വല്ലാത്ത പ്രണയം തോന്നി. അവളുടെ ആ നിൽപ്പും ഭാവവും കണ്ട് ഇനിയും അങ്ങനെയൊരവസ്ഥയിൽ അവളെ കണ്ടാൽ തൻ്റെ കയ്യിൽ നിന്ന് പോകും എന്ന് തോന്നിയ ശ്രീദേവ്, ദക്ഷ, എന്നാ കേക്ക് കട്ട് ചെയ്താലോ? അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ ദക്ഷ, മുറിച്ചാലോ? അവൻ 2 പിരികവും പൊക്കി ചോദിച്ചതും അവളിലും ചെറുപുഞ്ചിരി വിരിഞ്ഞു. ശ്രീദേവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ദക്ഷ കേക്ക് കട്ട് ചെയ്തു. അവൻ അതിൽ നിന്നും എടുത്ത് കുറച്ച് അവളുടെ വായിൽ വെച്ചു കൊടുത്തു. തിരിച്ച് അവളും. അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. 2 കണ്ണുകളും അടച്ച് അവൾ ആ ചുംബനം സ്വീകരിച്ചു. അവളിൽ നിന്നും അടർന്നു മാറിയ ശ്രീദേവ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഈ ജന്മം ശ്രീദേവിന് പാതിയായിട്ട് ദക്ഷ മതി, ദക്ഷയ്ക്ക് പാതിയായിട്ട് ഈ ശ്രീദേവും പോരെ? ശ്രീദേവ് ചോദിച്ചു. മതി, അവൾ പറഞ്ഞു. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ശ്രീദേവ് ചോദിച്ചു. മതി, അവൾ പറഞ്ഞു. പിന്നീട് കുറച്ചു നേരം 2 പേരും ഏറുമാടത്തിൽ കയറിയിരുന്ന് സംസാരിച്ചു തുടങ്ങി. ശ്രീദേവ് അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാത്തതും അവൾ അറിയാത്തതുമായ കാര്യങ്ങൾ സംസാരിച്ചു. അവളും ശ്രീദേവിനെക്കുറിച്ച് അവൾക്കറിയാൻ വേണ്ടി പല കാര്യങ്ങളും ചോദിച്ചു. തിരിച്ച് ശ്രീദേവ്, ദക്ഷ, ഈ സഞ്ജീവിനെ നീ കണ്ടിട്ടില്ലേ? ശ്രീദേവ് ചോദിച്ചു. 1-2 പ്രാവശ്യം. ആള് അങ്ങനെ ഒരു പരിപാടിക്കും വരില്ല. സഞ്ജീവിൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വിവാഹ വാർഷികത്തിൻ്റെ അന്നാണ് അവസാനമായിട്ട് ഞാൻ സഞ്ജീവിനെ കണ്ടതെന്ന് തോന്നുന്നു, ദക്ഷ പറഞ്ഞു. എന്നിട്ട് ആളെങ്ങനെയാ നിങ്ങളോടൊക്കെ സംസാരിക്കോ? ശ്രീദേവ് ചോദിച്ചു. ഇല്ല, ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല, ദക്ഷ പറഞ്ഞു. പിന്നെയും ശ്രീദേവ് സഞ്ജീവിനെക്കുറിച്ച് ചോദിച്ചു. അവൾക്ക് അവനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒന്നും അറിയില്ല എന്ന് അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ ശ്രീദേവിന് മനസ്സിലായി. ശ്രീദേവ് പതിയെ ഏറുമാടത്തിലേക്ക് കിടന്നു. അവൻ കിടക്കുന്നത് കണ്ടതും ദക്ഷ അവനെ ഒന്ന് നോക്കി. ശ്രീദേവ് അവൻ്റെ ഇടത് കൈ നീട്ടിപ്പിടിച്ച്, വാ ദക്ഷ, കുറച്ചു നേരം ഇവിടെ കിടക്കാവോ? ശ്രീദേവ് ചോദിച്ചതും അവൾ, വേണ്ട, ഞാനിരുന്നോളാം ഇവിടെ, അവൾ പറഞ്ഞു. ദക്ഷ, വെറുതെ കിടന്നാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ചെയ്യില്ല. എൻ്റെ ആഗ്രഹമായിരുന്നു, അത് നീ എനിക്ക് സാധിച്ചു തന്നു. ഇത് ഇങ്ങനെ ചുമ്മാ കിടന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രം, അവൻ പറഞ്ഞു. ദക്ഷയ്ക്ക് ചെറിയൊരു വെപ്രാളം തോന്നിയെങ്കിലും അവൻ നീട്ടിപ്പിടിച്ച ഇടത് കൈത്തണ്ടയിലേക്ക് അവൾ പതിയെ കിടന്നു. ദക്ഷ, നാളെ എറണാകുളത്തപ്പനെ കാണാൻ പോകണമെന്നുണ്ടോ? വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചാൽ രാവിലെ നിർമ്മാല്യം തൊഴുന്ന സമയം ആകുമ്പോഴേക്കും നമുക്കവിടെ എത്താം. എന്തു പറയുന്നു, പോയാലോ? ശ്രീദേവ് ചോദിച്ചു. അയ്യോ, ഞാനില്ല. എന്തായാലും രാവിലെ നിർമ്മാല്യം തൊഴാൻ മുത്തശ്ശിയും അമ്മയും അച്ഛനും ഉണ്ടാകും. ഞാൻ അവരുടെ മുന്നിൽ ചെന്ന് പെട്ടാലേ ശരിയാകില്ല, അവൾ പറഞ്ഞു. അപ്പോൾ വടക്കുന്നാഥനെ കാണാൻ പോയാൽ മതിയോ അതിന് പകരം? ശ്രീദേവ് ചോദിച്ചു. അത് മതി. പക്ഷേ ദേവ് എങ്ങനെയാ വരാ? ദേവിനെ എല്ലാവരും തിരിച്ചറിയില്ലേ? അത് പ്രശ്നമായില്ലേ? ദക്ഷ ചോദിച്ചു. അതൊന്നോർത്ത് താൻ ടെൻഷൻ അടിക്കണ്ട. നാളെ തൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ഞാനുണ്ടാവും വടക്കുന്നാഥ ക്ഷേത്രത്തിൽ, പോരെ? ശ്രീദേവ് ചോദിച്ചു. അവൾ തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. സത്യം, ഞാനുണ്ടാകും, അവൻ 2 കണ്ണും ചിമ്മിക്കൊണ്ട് പറഞ്ഞതും അവളിലും ചെറു പുഞ്ചിരി വിരിഞ്ഞു. നല്ല നിലാവെട്ടവും നല്ല കാറ്റും ഉണ്ടായിരുന്നു അവിടെ.
ശ്രീദേവ് ദക്ഷയോട് സംസാരിച്ച് എപ്പോഴോ അവൻ ഉറക്കത്തിലേക്ക് പോയി. അവൻ്റെ കണ്ണുകൾ അടഞ്ഞു വരുന്നതും സംസാരം മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നതും കണ്ടതും അവൻ ഉറക്കത്തിലേക്ക് പോയി എന്ന് ദക്ഷയ്ക്ക് മനസ്സിലായി. ചെറുപുഞ്ചിരിയോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതിയെ നീങ്ങിക്കിടന്നു. താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ജീവിതം, ഒരാൾ, അതും എല്ലാവരും ആഗ്രഹിക്കുന്ന, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ, തൻ്റെ പ്രാണനായി എപ്പോഴോ തൻ്റെ ഇടനെഞ്ചിലേക്ക് സ്ഥാനം പിടിച്ച ഒരാൾ, അതാണ് ഈ കിടക്കുന്നവൻ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വീണ്ടും ഓർത്തു. അവൻ്റെ നെഞ്ചിൽ അവൾ പതിയെ ചുണ്ടുകൾ ചേർത്തു. അവൻ്റെ ഹൃദയതാളം കേട്ട് അവളുടെയും കണ്ണുകൾ അടഞ്ഞു. ദക്ഷ! ശ്രീദേവിൻ്റെ വിളി കേട്ടാണ് അവൾ പതിയെ കണ്ണു തുറന്നത്. അവളുടെ അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ട് വലത് കൈകൊണ്ട് അവളുടെ കവിളിൽ തട്ടിയാണ് അവൻ വിളിക്കുന്നത്. ദക്ഷ പതിയെ കണ്ണു തുറന്നു. മുന്നിൽ ശ്രീദേവിനെ കണ്ടതും നമ്മൾ ഇവിടെയാണോ ഇന്നലെ കിടന്നത്? അവൾ ചോദിച്ചു. പിന്നല്ലാതെ, നല്ല ഉറക്കായിരുന്നു. ഞാനും നന്നായി ഉറങ്ങി. എന്താണെന്നറിയില്ല, ഇങ്ങനൊരു ഉറക്കം ആദ്യമായിട്ടാണ്. അത് നിന്റെ സാന്നിധ്യമാണെന്ന് തോന്നുന്നു, അവൻ പറഞ്ഞു. അവളും അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നുകൊണ്ട് ഞാനും നന്നായിട്ട് ഉറങ്ങി, അവൾ പറഞ്ഞു. എനിക്ക് മനസ്സിലായി, ശ്രീദേവ് പറഞ്ഞു. സമയം 3:30 കഴിഞ്ഞു. പോകണ്ട വീട്ടിലേക്ക്. വേഗം ചെന്ന് കുളിച്ച് ഫ്രഷായിട്ട് വടക്കുന്നാഥൻ്റെ അടുത്ത് പോവാം. നിർമ്മാല്യം തൊഴണമെന്നല്ലേ പറഞ്ഞത്? ശ്രീദേവ് ചോദിച്ചു. എന്നാൽ പോയാലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. അവളും എഴുന്നേറ്റു. അവൻ്റെ കയ്യിൽ കൈ കോർത്തുകൊണ്ട് കാറിനടുത്തേക്ക് നടക്കുമ്പോൾ ദക്ഷയ്ക്ക് പുതിയൊരു മാറ്റമാണ് തോന്നിയത്. എന്തൊക്കെയോ മാറ്റങ്ങൾ തന്നിൽ വന്നതുപോലെ അവൾക്ക് തോന്നി. അവളുടെ കൈകൾ അവളുടെ വയറിൽ പതിയെ തഴുകി. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശ്രീദേവും ദക്ഷയും വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നതും വിശ്വത്തിനെയും റോയിയെയും മാറി മാറി വിളിച്ചു. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് റോയി കണ്ണു തുറന്ന് ഫോൺ എടുത്തതും ശ്രീദേവിൻ്റെ നമ്പർ കണ്ടതും എന്താടാ? റോയ് ചോദിച്ചു. എടാ, വന്ന് വാതിൽ തുറന്നീ, ഞാൻ പുറത്തുണ്ട്, ശ്രീദേവ് പറഞ്ഞു. നീ ഷൂട്ട് കഴിഞ്ഞിട്ട് വരാണോ? ഞാനെന്തായാലും വന്ന് വാതിൽ തുറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് റോയ് എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ശ്രീദേവിനെ കണ്ടതും ലേറ്റായോടാ ഷൂട്ട് കഴിയാൻ? റോയ് ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു. അപ്പോഴാണ് അവൻ്റെ അടുത്ത് നിൽക്കുന്ന ദക്ഷയെ അവൻ കാണുന്നത്. പെട്ടെന്ന് റോയ് തിരിഞ്ഞു നോക്കി. ദക്ഷ എന്താ ഇവിടെ? അപ്പോൾ നീ ഇന്നലെ ഇവൻ്റെ... അതെങ്ങനെയാ? നീ ഇന്നലെ ഞങ്ങളുടെ ഒപ്പം ഭക്ഷണം കഴിച്ച് ഇവിടെ കിടന്നതല്ലേ? പിന്നെ എങ്ങനെയാ ഇവൻ്റെ ഒപ്പം? അല്ല, നിങ്ങളിത് എവിടെ പോയതാ? റോയ് ചോദിച്ചു. എൻ്റെ റോയ്, അല്പം തിരക്കുണ്ട്. നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉച്ച കഴിയുമ്പോൾ തരാം. എനിക്കിപ്പോൾ ഇവളെയും കൊണ്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിലൊന്ന് പോകണം. ഇന്ന് ദക്ഷയുടെ പിറന്നാളാണ്, ശ്രീദേവ് പറഞ്ഞതും. ആഹാ, പിറന്നാളാണോ? അപ്പോൾ ഇച്ചായൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ, റോയ് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. എന്നാൽ പിന്നെ വേഗം പോയിട്ട് വാ. രണ്ടുപേരും. ഞങ്ങൾ വരണോ ആരെങ്കിലും? റോയ് ചോദിച്ചു. വേണ്ട, ഇവളെയും കൊണ്ട് ഞാനാ പോകുന്നത്. പക്ഷേ ശ്രീദേവ്, നീ ഒരു സെലിബ്രിറ്റിയാണ്. രാവിലെ നിർമ്മാല്യം തൊഴാൻ ഒരുപാട് പേര് വരും. ഇവളുടെ കൂടെ ചേർന്ന് നിന്ന് നിനക്ക് തൊഴാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലും അവരുടെ ഫോണിൽ ഒരു ഫോട്ടോ എടുത്ത് അതെങ്ങാനും പബ്ലിക്കാക്കിയാൽ തീർന്നു. അറിയാലോ, നിന്റെ ഒരു ന്യൂസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ചാനലുകളും ഓൺലൈൻ ന്യൂസുകാരും ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ, റോയ് പറഞ്ഞു. ഞാൻ നോക്കിക്കൊള്ളാം, നീ പോയി കിടന്നോ, ഞങ്ങൾ ഫ്രഷായിട്ട് വേഗം പോകും, ശ്രീദേവ് പറഞ്ഞുകൊണ്ട് ദക്ഷയോട്. ദക്ഷ, എൻ്റെ റൂമിൽ ഫ്രഷായാൽ മതി. ഇനിയിപ്പോൾ അവിടെ ചെന്ന് അവരെല്ലാവരും എഴുന്നേക്കും, ശ്രീദേവ് പറഞ്ഞു. ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം, അവൾ പറഞ്ഞു. ഒന്നും വേണ്ട, നിനക്കുള്ളത് എല്ലാം എൻ്റെ ഷെൽഫിൽ ഞാൻ കരുതിയിട്ടുണ്ട്, ശ്രീദേവ് പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി. എന്നെ നോക്കി നിൽക്കാതെ ചെന്ന് ഡ്രസ്സ് മാറേണ്ട പെണ്ണെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കവിളിൽ പിടിച്ചു വലിച്ചു. അവൾ ചെറു പുഞ്ചിരിയോടെ അവിടെ നിന്നും പടികൾ കയറി മുകളിലേക്ക് പോയി. ശ്രീദേവ്, അപ്പോൾ എങ്ങനെയാണ് നീ അമ്പലത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നത്? വേഷം മാറുന്നുണ്ടോ? റോയ് ചോദിച്ചു. ചെറിയൊരു മാറ്റം, അത്രയേ ഉള്ളൂ,
ശ്രീദേവ് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടെ അവനും കയറിപ്പോയി. ശ്രീദേവ് റൂമിൽ ചെന്നപ്പോഴേ കണ്ടു അവൻ്റെ ബെഡിലിരിക്കുന്ന ദക്ഷയെ. താൻ ഫ്രഷ് ആവാൻ കയറിയില്ലേ? ശ്രീദേവ് ചോദിച്ചു. അത് മാറിയിടാനുള്ള ഡ്രസ്സ് അവൾ ചോദിച്ചതും ഞാൻ പറഞ്ഞില്ലേ ഈ കബോർഡിലുണ്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കബോർഡിനടുത്തേക്ക് നടന്നു. അവളുടെ കയ്യിലേക്ക് മനോഹരമായി പാക്ക് ചെയ്തിരിക്കുന്ന ഒരു ബോക്സ് എടുത്തു കൊടുത്തു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും ഇതിൽ നിനക്കിടാനുള്ളത് എല്ലാം ഉണ്ട്. ഇന്നത്തെ ദിവസം നിനക്കിടാനുള്ള എല്ലാ സാധനങ്ങളും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വാങ്ങിയതാണ്. അവൻ പറഞ്ഞുകൊണ്ട് ആ ബോക്സ് അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. അവളത് തുറന്നു നോക്കി. സ്വർണ്ണക്കരയുള്ള വീതിയുള്ള ഒരു സെറ്റ് മുണ്ടുമാണ് അതെന്ന് കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതെടുത്തിട്ട് വേണം ഇന്ന് അമ്പലത്തിൽ വരാൻ. വേഗം ചെന്ന് റെഡിയായിട്ട് വാ. അതിൻ്റെ ഒപ്പം തന്നെ സെറ്റിൻ്റെ ഒരു ബ്ലൗസും കൂടി കണ്ടു. അവൾ ഉടുത്തു മാറാനുള്ള എല്ലാ വസ്ത്രങ്ങളും കൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു. അല്പസമയം കഴിഞ്ഞതും അവൾ വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രീദേവ് ബെഡിൽ കിടക്കുന്നുണ്ട്. ഒരു ഷോർട്സ് മാത്രം ഇട്ടാണ് കിടക്കുന്നത്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ നോക്കിയപ്പോൾ സെറ്റ് മുണ്ട് എടുത്തുകൊണ്ടുവരുന്ന അവളെ കണ്ടു. അവൻ എഴുന്നേറ്റിരുന്നു. അവൻ അവളെ തന്നെ നോക്കി. അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ അവളെ അടിമുടിയൊന്ന് നോക്കി. പിന്നെ അവളുടെ അടുത്തേക്ക് ചെന്നു. നന്നായിട്ടുണ്ട്, പക്ഷേ ഇത് എനിക്ക് കാണാൻ വേണ്ടി മാത്രം ഞാൻ ഇട്ട് തന്നതാണ് എന്ന് പറഞ്ഞ് അവളുടെ പൊക്കിൾ ചുഴിയെ ചുറ്റിക്കിടക്കുന്ന അരഞ്ഞാണം അവൻ പതിയെ ഉള്ളിലേക്കാക്കി കൊടുത്തതും അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവളുടെ മാറ്റം തിരിച്ചറിഞ്ഞ ശ്രീദേവ് അവളുടെ മുഖത്തേക്ക് നോക്കി. കുളി കഴിഞ്ഞിറങ്ങിയത് കാരണം അവളുടെ വയറിൻ്റെ തണുപ്പ് അവൻ്റെ കയ്യിൽ അറിഞ്ഞതും അവനും ഒന്ന് പിടഞ്ഞു. താൻ വേഗം റെഡിയാവും, ഞാൻ ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് ശ്രീദേവ് അവളെ നോക്കാതെ വേഗം തന്നെ വാഷ്റൂമിലേക്ക് പോയി. അവൻ പോകുന്നത് ഒന്ന് നോക്കിക്കൊണ്ട് ഡ്രസ്സിംഗ് റൂമിൻ്റെ മിററിനടുത്തേക്ക് വന്നു. ശ്രീദേവ് വാങ്ങിക്കൊണ്ടുവന്ന മേക്കപ്പ് ബോക്സ് അടക്കം എല്ലാം ഉണ്ടായിരുന്നു. അതിൽ നിന്നും അവളൊന്ന് ചെറുതായി ഒരുങ്ങി. ഒരു ചുവന്ന പൊട്ടും വെച്ചു. അപ്പോഴാണ് ആ ബോക്സിലുള്ള ചുവന്നതും പച്ചയും കളറിലുള്ള കുപ്പിവളകൾ അവൾ കാണുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു ബോക്സും കണ്ടു. അവൾ അത് തുറന്നു നോക്കി. ലക്ഷ്മി ദേവിയുടെ ചോക്കറും ജിംക്കയും വളകളും എല്ലാം അടങ്ങിയ ഒരു സെറ്റായിരുന്നു അത്. അവൾ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് ഡോറ് തുറന്ന് ശ്രീദേവ് പുറത്തേക്ക് ഇറങ്ങിയത്. കയ്യിലെ ടവൽ കൊണ്ട് പിൻകഴുത്ത് തുടച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആ ബോക്സിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ദക്ഷയെ കാണുന്നത്. ദക്ഷ, വേഗം റെഡിയാവ്, സമയം പോകുന്നു, ശ്രീദേവ് പറഞ്ഞു. അവൾ പെട്ടെന്ന് തന്നെ അതെല്ലാം എടുത്തു ഇട്ടു. കുപ്പിവളകൾക്കിടയിൽ ആ 2 അഷ്ടലക്ഷ്മി വളകളും അവൾ ഇട്ടു. അവൾ ഒരുങ്ങിക്കഴിഞ്ഞ് കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ ഇതുവരെയില്ലാത്ത ഒരു പ്രത്യേക സൗന്ദര്യം ഉള്ളതുപോലെ അവൾക്ക് തോന്നി. ഒരു കല്യാണം കഴിഞ്ഞ പുതുപ്പെണ്ണിനെ പോലെയാണ് അവൾക്ക് അവളെ തന്നെ കണ്ടപ്പോൾ തോന്നിയത്. അപ്പോഴാണ് ശ്രീദേവ് ഒരു കവറും പിടിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് തന്നെ കയറുന്നത് അവൾ കണ്ടത്. അവൾ വേഗം തന്നെ മുടിയെല്ലാം അഴിച്ചിട്ട് 2 സൈഡിൽ നിന്നും മുടിയെടുത്ത് കുളിപ്പിനിലിട്ടു. അവളുടെ ഒരുക്കം കഴിഞ്ഞ് അവൾ ബെഡിൽ വന്നിരിക്കുമ്പോൾ വാഷ്റൂമിൻ്റെ വാതിൽ തുറക്കുന്നത് കണ്ടു. അവിടെ നിന്നും ഇറങ്ങുന്ന ശ്രീദേവിനെ കണ്ട് അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് പോയി. അത്രയും മാറ്റമുണ്ട് അവന്. പെട്ടെന്ന് ആർക്കും അത് ശ്രീദേവാണെന്ന് മനസ്സിലാവില്ല. ചെറിയ രീതിയിലുള്ള താടി വെച്ചിരിക്കുന്നു. കണ്ണിൽ ലെൻസും വെച്ചിട്ടുണ്ട്. ശ്രീദേവ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. ഗോൾഡൻ കളറിലുള്ള ഒരു ഷർട്ടും ഗോൾഡൻ കരയുള്ള ഒരു മുണ്ടും തന്നെയാണ് അവനും എടുത്തിരിക്കുന്നത്. അവൻ അവളുടെ അടുത്ത് വന്ന്, എങ്ങനെയുണ്ട്? ഇപ്പോൾ എന്നെ പെട്ടെന്ന് കണ്ട തിരിച്ചറിയോ? ശ്രീദേവ് ചോദിച്ചതും അവൾ അറിയാതെ തന്നെ തലയണക്കി. ഇല്ല എന്ന് പറഞ്ഞു. എന്നാ പോയാലോ? ഇനി ഇങ്ങനെ വരുന്നത് കൊണ്ട് ഭവതിക്ക് ഇഷ്ടക്കേടുണ്ടോ? ശ്രീദേവ് ചോദിച്ചു. അപ്പോഴും അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൾ. ഏയ് ദക്ഷ, എന്താ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നത്? കൊള്ളില്ലേ? അവൻ ചോദിച്ചു. ഇല്ല, നന്നായിട്ടുണ്ട്. പെട്ടെന്ന് ആർക്കും തിരിച്ചറിയില്ല, അവൾ പറഞ്ഞു. അത് മതി, അത് മാത്രം മതി. എന്നാ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ ഒന്ന് തലോടിക്കൊണ്ട് അവളെ അടിമുടി നോക്കി. സുന്ദരിയായിട്ടുണ്ട്, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല, അവൻ പറഞ്ഞു. അവൾ ഒന്ന് പുഞ്ചിരിയോടെ നിന്നതേയുള്ളൂ. അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. സമയം 3 മണി അടുക്കുന്നു. ഇനിയിപ്പോൾ ഡോറ് ലോക്ക് ചെയ്യണ്ട, മുത്തശ്ശിക്ക് എഴുന്നേക്കാറായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ശ്രീദേവ് അവളുടെ കൈ പിടിച്ചുകൊണ്ട് കാറിലേക്ക് കയറി. ശ്രീദേവ് തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. ക്ഷേത്രത്തിൽ ചെന്ന് ഇറങ്ങുമ്പോൾ ദക്ഷയ്ക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ശ്രീദേവിനെ ആരെങ്കിലും കണ്ടാൽ
അത് അദ്ദേഹത്തിൻ്റെ ഭാവിയെ ബാധിക്കുമെന്നുള്ളൊരു പേടിയായിരുന്നു അവൾക്ക്. അവളുടെ പേടി മനസ്സിലായതുപോലെ ശ്രീദേവ് കാറിൽ നിന്നും ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ കൈ പിടിച്ച് കാറിൽ നിന്നും ഇറക്കി. അവൾ ഡ്രസ്സെല്ലാം നേരെയിട്ട് ശ്രീദേവിനെ ഒന്ന് നോക്കി. അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ട്. എന്താ ഇങ്ങനെ ചിരിക്കുന്നേ? അവൾ ചോദിച്ചു. അല്ല, ഇപ്പം നമ്മളെ രണ്ടുപേരെയും കണ്ട വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്പലത്തിലേക്ക് വന്നതുപോലെയാണ് തോന്നുന്നത്, ശരിയല്ലേ? ശ്രീദേവ് ചോദിച്ചതും അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. എനിക്കും തോന്നി, അവൾ പറഞ്ഞു. ആണോ? അപ്പോൾ വിവാഹം കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ പിറ്റേ ദിവസം വടക്കുനാഥനെ കാണാൻ വരാം, എന്താ? അപ്പോൾ ഇതങ്ങോട്ട് സത്യമാക്കാം, ശ്രീദേവി പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. വാ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നടന്നു. നിർമ്മാല്യം തൊഴാൻ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും കൂടുതലും പ്രായമായ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തന്നെയായിരുന്നു. വടക്കുനാഥൻ്റെ മുന്നിൽ ശ്രീദേവിൻ്റെ ഒപ്പം ചേർന്ന് നിന്ന് ദക്ഷ വടക്കുനാഥനെ തൊഴുതു. അവളുടെ പിറന്നാൾ ദിവസം അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടന്ന സന്തോഷത്തിലായിരുന്നു ആ സമയം ദക്ഷ. വടക്കുനാഥൻ്റെ മുന്നിൽ കണ്ണടച്ചു നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദക്ഷയുടെ നെറ്റിയിലേക്ക് അവൻ പ്രസാദം തൊട്ടുകൊടുത്തു. നെറ്റിയിലെ തണുപ്പറിഞ്ഞ് കണ്ണു തുറന്ന ദക്ഷ കാണുന്നത് ചെറിയൊരു പുഞ്ചിരിയോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ശ്രീദേവിനെയാണ്. അവളും അതുപോലെ തന്നെ തിരിച്ച് അവൻ്റെ നെറ്റിയിലും പ്രസാദം തൊട്ടുകൊടുത്തു. എന്നും തൻ്റെ പെണ്ണിൻ്റെ കൂടെ തനിക്ക് ഉണ്ടാകാൻ സാധിക്കണേ എന്നായിരുന്നു ശ്രീദേവ് പ്രാർത്ഥിച്ചത്. പക്ഷേ തനിക്ക് അവളുടെ കൂടെ ഇതുപോലെ ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു അവൾ തൻ്റെ പ്രണയത്തെ ആദ്യം നിരസിച്ചത്. അത് അങ്ങനെയല്ല എന്ന് തെളിയിച്ചു കൊടുക്കുക കൂടിയായിരുന്നു ശ്രീദേവ്. എവിടെയും എങ്ങനെയും ഏത് വേഷത്തിലും താൻ അവളുടെ കൂടെ ഉണ്ടാകുമെന്ന് അവൻ അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നതായിരുന്നു. അതും അവളുടെ പിറന്നാൾ ദിവസം തന്നെ. രണ്ടുപേരും ചുറ്റമ്പലവും അതിൻ്റെ ചുറ്റുമുള്ള ഉപദേവതകളെയും മനസ്സറിഞ്ഞ് ഒരുമിച്ച് ചേർന്ന് നിന്ന് തന്നെ തൊഴുതു. ഉപദേവതകളെ പ്രദക്ഷിണം വയ്ക്കുമ്പോഴെല്ലാം ശ്രീദേവ് ദക്ഷയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നടന്നത്. അത് അവൾക്കും സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയായിരുന്നു. അവിടെ നിന്നും ഇറങ്ങി തൊട്ടടുത്തുള്ള നവഗ്രഹ ക്ഷേത്രത്തിലും കയറിയിട്ടാണ് ശ്രീദേവും ദക്ഷയും തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ മുൻവശത്ത് പത്രവും വായിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് മുത്തശ്ശൻ. മുത്തശ്ശൻ്റെ അടുത്ത് അമ്മയും നിൽക്കുന്നുണ്ട്. ശ്രീദേവിൻ്റെ അമ്മയെ അവിടെ കണ്ടതും ദക്ഷയ്ക്ക് ചെറുതായി പേടി തോന്നി. തിരിച്ചുള്ള യാത്രയിൽ ശ്രീദേവ് അവൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് അവൻ പോന്നത്. കാറിൽ തന്നെ ഇറങ്ങാതെ ഇരിക്കുന്ന ദക്ഷയെ കണ്ടതും ഇറങ്ങുന്നില്ലേ? ശ്രീദേവ് ചോദിച്ചു. അത് അമ്മ, അവൾ ചോദിച്ചു. അതിന് നമ്മൾ രണ്ടുപേരും എവിടെ പോയതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും നമ്മൾ? അതും ഞാൻ ഒറ്റയ്ക്ക് ദേവിൻ്റെ ഒപ്പം, അവൾ ചോദിച്ചു. അതാണോ കാര്യം? അതൊക്കെ ഞാൻ സംസാരിച്ചോളാം. എൻ്റെ പെണ്ണ് ധൈര്യമായിട്ട് ഇറങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങുന്ന ദേവിനെ കണ്ടതും അമ്മ ഒന്ന് ചിരിച്ചു, കൂടെ മുത്തശ്ശനും. അപ്പോഴാണ് കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങുന്ന ദക്ഷയെ മുത്തശ്ശനും ശ്രീദേവിൻ്റെ അമ്മയും കാണുന്നത്. മുത്തശ്ശൻ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ ഇടം കണ്ണിട്ട് ശ്രീദേവിൻ്റെ അമ്മയെ ഒന്ന് നോക്കി. അവർ ഒരു ഞെട്ടലിൽ നിൽക്കുകയാണ്. സെറ്റ് മുണ്ടുടുത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടി, കൂടെ ഗോൾഡൻ കളർ ഷർട്ടും ഗോൾഡൻ കരയോട് കൂടിയ മുണ്ടുമെടുത്ത സുന്ദരനായ തൻ്റെ മകൻ. രണ്ടുപേരെയും കണ്ടാൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് വന്നിരിക്കുന്നവരെ പോലെ തോന്നുന്നു. അമ്മ മുത്തശ്ശനെ നോക്കി. ഒരു പുഞ്ചിരിയോടെ അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് മുത്തശ്ശൻ. കയറി വാ മക്കളെ, മുത്തശ്ശൻ പറഞ്ഞതും ശ്രീദേവ് നടന്നു. അവൻ്റെ പുറകെ ദക്ഷയും. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.